താന്തോന്നിയും പെണ്ണും ഭാഗം 22. അപ്പച്ചി രാവിലെ തന്നെ ഇവളെ വഴക്ക് പറയൽ തുടങ്ങി. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ജോലിയൊന്നുമില്ലേ? വന്ന് കയറിയതല്ലേ ഉള്ളൂ. അതിനു മുൻപ് എൻ്റെ പെണ്ണിൻ്റെ മണ്ടയ്ക്ക് കയറാതെ ചെന്ന് റെസ്റ്റ് എടുക്കുക. ഞങ്ങളൊന്ന് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വരട്ടെ. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ദേവൻ അവരെ കളിയാക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ട് പാറുവിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി. ആരെന്ത് പറഞ്ഞാലും വായ മൂടി സിപ്പിട്ടങ്ങിരുന്നോണം. നിനക്ക് എന്താ കൊച്ചെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് അപ്പച്ചി എന്തേലും പറഞ്ഞു വന്നാൽ നല്ല മറുപടി തിരിച്ചു പറയണമെന്ന്? ദേവൻ പാറുവിനെയും കൊണ്ട് റൂമിലേക്ക് വന്ന് അവളെ ബെഡിലേക്ക് പിടിച്ചിരുത്തി. എനിക്കങ്ങനെ പറയാനൊന്നും പറ്റില്ല, സത്യമായിട്ടും പറ്റാഞ്ഞിട്ടാ. ദയനീയമായ അവളുടെ നോട്ടവും സംസാരവും. അത്രയും നേരം ഉണ്ടായിരുന്ന ദേവൻ്റെ ദേഷ്യം എങ്ങോട്ടോ പോയി മറഞ്ഞു. സാരമില്ല, നീ വേഗം റെഡിയാകുക. ദാ ഇതിലുള്ളതിട്ടാൽ മതി. അവൻ അലമാര തുറന്ന് ഒരു കവർ അവളുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും പാറു അവൻ നീട്ടിപ്പിടിച്ച കവറിലേക്കും സംശയത്തോടെ നോക്കി. പിടിക്ക് പാറുവേ. നോക്കി നിൽക്കുന്നവളുടെ കയ്യിലേക്ക് ബലമായി കവർ വെച്ച് കൊടുത്തവൻ അവളെ കണ്ണു ചിമ്മിക്കാട്ടി പുറത്തേക്കിറങ്ങി. പാറു ആകാംക്ഷയോടെ ആ കവർ തുറന്നു നോക്കി. ഒരു മുണ്ടും നേരിയതും നല്ല കറുത്ത കരയുള്ള ഭംഗിയുള്ള ഒന്ന്. പാറുവിൻ്റെ അതരങ്ങൾ വിടരുന്നതിനൊപ്പം കണ്ണുകൾ നിറഞ്ഞു വന്നു. അവയെ തുടച്ചു മാറ്റിയവൾ അത്യധികം സന്തോഷത്തോടെ റെഡിയാകാൻ തുടങ്ങി. ഇതിനിടയിൽ ദേവനും റെഡിയായി ഇറങ്ങി. ഒരുങ്ങിയിറങ്ങി വരുന്നവരെ കണ്ട് എല്ലാവരുടെയും മുഖം വിടർന്നു. അമ്മേ, പോയിട്ട് വരാം, പാറു ലക്ഷ്മി അമ്മയോടായി പറഞ്ഞതും അവർ തലയണക്കി. അവളുടെ ഒരു പോക്ക് നോക്കിക്കേ, ഇങ്ങനെയും ഉണ്ടോ ജന്മങ്ങൾ? വലിയ വീട്ടിലെ ചെക്കന്മാരെ മയക്കിയെടുത്ത് കൂടെ താമസവുമായി. അപ്പച്ചിയുടെ സംസാരം കേട്ട് പുറത്തേക്കിറങ്ങിയ ദേവൻ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ്റെ ആ നോട്ടത്തിൽ അവർ ഉരുകിപ്പോകുമെന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് കടുപ്പിച്ചുള്ള നോട്ടമായിരുന്നു. പാറു, നീ എന്താ പ്രാർത്ഥിച്ചത്? ക്ഷേത്രത്തിൻ്റെ പുറത്തിറങ്ങി ഷർട്ടിൻ്റെ ബട്ടൺ ഇടുമ്പോൾ ദേവൻ അടുത്ത് നിൽക്കുന്ന പാറുവിനെ നോക്കി. അത് പറയില്ല, ഞാൻ ദൈവത്തോട് പറഞ്ഞതല്ലേ. അതെങ്ങനെയാ ദേവനോട് പറയാ? നമ്മൾ പ്രാർത്ഥിച്ചത് പുറത്ത് പറഞ്ഞാൽ ഫലം കിട്ടില്ല. പാറു കയ്യിലെ ഇലച്ചീന്തിൽ നിന്ന് ചന്ദനം ദേവൻ്റെ നെറ്റിയിലേക്ക് തൊട്ടുകൊടുത്തുകൊണ്ടവൾ മറുപടിയും പറഞ്ഞു. ഇപ്പോൾ നിന്റെ ദേവൻ ഞാനാടി. നീ പ്രാർത്ഥിച്ചത് നടക്കണമെങ്കിൽ ഞാൻ കനിയണം മോളെ പാർവതി. ദേവൻ പാറുവിനെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞതും അവൾ മനസ്സിലാക്കാതെ അവനെ മുഖം ചുളിച്ചു നോക്കി. നോക്കണ്ട, നീ പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു. അവളെ നോക്കി ചുണ്ട് കടിച്ചു പിടിച്ചു ചിരിച്ചവൻ മുന്നോട്ട് നടന്നു. പാറുവിൻ്റെ മുഖം നാണം കൊണ്ട് ചുവന്നു തുടുത്തു. അതെ, ഞാൻ പ്രാർത്ഥിച്ചത് എങ്ങനെ കേട്ടു? പെട്ടെന്നവൾ അവനൊപ്പം കയറി നടന്നു. എൻ്റെ പാറുവിൻ്റെ ആഗ്രഹം എനിക്കല്ലേ അറിയും. അവളുടെ തോളിൽ കൂടി കൈയിട്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ചു. ദേവേട്ട, ഇനി ഫ്ലാറ്റിലേക്ക് പോകുമോ നമ്മൾ? പാറു അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ എനിക്ക് എന്നും ഇവിടെ നിന്ന് പോയി വരാൻ പറ്റുമോ? ഇല്ലല്ലോ. അവളെ വിട്ട് മുണ്ടു മടക്കി കുത്തിയവൻ നടന്നു. ഞാൻ വരണോ? പാറുവിൻ്റെ മുഖം വാടി. നിനക്ക് വരാൻ ആഗ്രഹമില്ലെങ്കിൽ വരണ്ട, ഞാൻ പൊയ്ക്കോളാം. നിൻ്റെ ഇഷ്ടം, അതുപോലെ ചെയ്യാം. ദേവൻ അവളെ ശ്രദ്ധിക്കാതെ മുൻപേ നടന്നു. ഞാൻ വരണ്ടേ? പാറു പിന്നെയും എടുത്ത് ചോദിച്ചു. അതല്ലേ പറഞ്ഞത്, നിന്റെ ഇഷ്ടം. അവനൊന്ന് തിരിഞ്ഞു നിന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നടക്കാൻ തുടങ്ങി. പാറു മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാനും വരും, ദേവേട്ടരില്ലാതെ എനിക്ക് പറ്റില്ല, പാറു പറഞ്ഞുകൊണ്ട് തല താഴ്ത്തി. ദേവൻ്റെ അനക്കമൊന്നുമില്ല. അവൾ തലയുയർത്തി നോക്കിയതും കള്ളച്ചിരിയോടെ മുൻപിൽ കൈകെട്ടി നിൽക്കുന്നുണ്ടവൻ. എൻ്റെ പാറുവിന് രണ്ട് മനസ്സാണല്ലേ. തറവാട്ടിൽ നിന്ന് വരാനും വയ്യ, എന്നാൽ ഞാനില്ലാതെ നിൽക്കാനും വയ്യ. അതേ നിൽപ്പ് നിന്നവൻ ചോദിച്ചുകൊണ്ട് അവളുടെ വാടിയ മുഖം പിടിച്ചുയർത്തി. ഞാൻ ദേവേട്ടൻ്റെ കൂടെ വരാം, അവൾ പറഞ്ഞുകൊണ്ട് പിന്നെയും മുഖം താഴ്ത്തി. നിനക്കിവിടെ നിൽക്കാനാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. നീ ഇവിടെ നിന്നോടി. എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഓടി വന്നേക്കാം, പോരെ? പാറുവിനോട് പറഞ്ഞവൻ അവളെ ചേർത്ത് പിടിച്ചു നടന്നു. അല്ല, എന്തു പറ്റി രണ്ടുപേരും കൂടി ക്ഷേത്രത്തിലൊക്കെ പോയത്? തിരികെ വീട്ടിലെത്തി ഡ്രസ്സ് മാറി താഴേക്ക് വന്ന് കുഞ്ഞിനെ എടുക്കുന്നവളോടായി നിത്യ ചോദിച്ചു. ദേവേട്ടൻ പോകണമെന്ന് പറഞ്ഞു. മാത്രമല്ല എനിക്കും ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു.
പാറു സോഫയിലേക്കിരുന്ന് കുഞ്ഞിനെ കൊഞ്ചിക്കാൻ തുടങ്ങി. ഹരിയേട്ടൻ ഇന്ന് വരുമോ ചേച്ചി? 2 ദിവസമായില്ലേ പോയിട്ട്? ഇപ്പോൾ എത്തും, അടുത്തായെന്ന് പറഞ്ഞു രാവിലെ വിളിച്ചപ്പോൾ. അല്ല, ദേവൻ എവിടെ? കണ്ടില്ലല്ലോ. നിത്യ പാറുവിനുള്ള മറുപടിയും പറഞ്ഞുകൊണ്ട് ദേവനെ തിരക്കി. റൂമിലുണ്ട്, എന്തോ തിരയുന്നത് കണ്ടു. ചോദിച്ചപ്പോൾ എന്നോട് പറയാ ഇവിടെ ഒരു ബോംബ് പൊട്ടിക്കാനുള്ള സാധനം നോക്കുവാന്ന്. പിന്നീട് ഞാനൊന്നും ചോദിച്ചില്ല. പാറു കെറുവോടെ പറഞ്ഞതും നിത്യ ചിരിച്ചുപോയി. അവനോട് എന്തേലും ചോദിച്ചാൽ മറുപടി എങ്ങനെയാകും കിട്ടുക? അച്ഛൻ അവിടേക്ക് വന്നിരുന്നതും പാറു ബഹുമാനപൂർവ്വം ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. ഇരുന്നോ മോളെ. ലക്ഷ്മി, കുടിക്കാൻ കുറച്ച് വെള്ളം ഇങ്ങെടുക്ക്. പാറുവിനോട് പറഞ്ഞയാൾ അടുക്കളയിൽ നിൽക്കുന്ന ലക്ഷ്മി അമ്മയെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ടേബിളിന് മുകളിലിരുന്ന പത്രം എടുത്ത് നിവർത്തി വായിക്കാൻ തുടങ്ങി. ഞാൻ എടുത്തു തരാമച്ചാ. നിത്യ വേഗം അടുക്കളയിലേക്ക് പോയി. ദേവൻ എവിടെ മോളെ? റൂമിലുണ്ട്. അപ്പോഴേക്കും നിത്യ വെള്ളവുമായി വന്നതും അയാളത് വാങ്ങി കുടിച്ചു. ഡി, എനിക്ക് കടുപ്പത്തിലൊരു ചായ ഇട്ടുകൊണ്ടുവാ. അവിടേക്ക് വന്ന ശാന്തി പാറുവിൻ്റെ കയ്യിലൊന്ന് തട്ടിപ്പറഞ്ഞതും അവൾ അവരെ സൂക്ഷിച്ചു നോക്കി. എന്താടി നോക്കുന്നേ? പറഞ്ഞത് കേട്ടില്ലേ? അവർ അവളെ കൂർപ്പിച്ചു നോക്കി. അല്ല, ഈ നട്ടുച്ചയ്ക്ക് ചായ കുടിക്കാൻ നിനക്കെന്താ വട്ടുണ്ടോ ശാന്തി? ചോദിച്ചത് ദേവൻ്റെ അച്ഛനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യവും അതോടൊപ്പം അവരെ നോക്കുന്നത് കണ്ടതും പാറുവും നിത്യയും ചിരിച്ചുപോയി. എന്താടി നിനക്കൊക്കെ ഇത്ര ചിരിക്കാൻ? നിന്നോട് പറഞ്ഞതുപോലെ ചെയ്യടി, എനിക്കിപ്പോൾ ചായ കിട്ടണം. പാറുവിനെ കടുപ്പിച്ചു നോക്കി പല്ലിറുമി അവർ പറഞ്ഞതും അവൾ നിത്യയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങി. ചായയൊക്കെ പിന്നെ കുടിക്കാം അപ്പച്ചി, ഇപ്പോൾ നമുക്ക് അതിനേക്കാൾ ചൂടുള്ളൊരു കാര്യം ചർച്ച ചെയ്യാം. ദേവൻ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ അപ്പച്ചിയോടായി പറഞ്ഞു. പാറു ദേവനെ നോക്കി. അവൻ അടുത്തേക്ക് വിളിച്ചവളെ. ഒട്ടും അമാന്തിക്കാതെ തന്നെ അവൻ അടുത്തേക്ക് പോയി നിന്നവൾ. അമ്മ എന്തിയെ പാറു? വന്നല്ലോ. ഇങ്ങ് വാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകണം. അതും പറഞ്ഞവൻ അവിടേക്ക് വന്ന ലക്ഷ്മി അമ്മയെ സോഫയിലേക്ക് പിടിച്ചിരുത്തി. എന്താടാ കാര്യം? അച്ഛൻ ചോദിച്ചതിന് അവൻ തൻ്റെ കയ്യിലുള്ള ഫയൽ ടേബിളിന് മുകളിലേക്കിട്ടു. അപ്പച്ചി നിന്ന് കാല് കടയണ്ട, ഇങ്ങ് വാ, ഇവിടെ വന്നിരിക്കൂ. ദേവൻ ശാന്തിയെയും അടുത്തേക്ക് വിളിച്ചതും അവർ സംശയത്തോടെ അടുത്ത് കണ്ട സോഫയിലിരുന്നു. സമയമായപ്പോൾ നീയും എത്തിയല്ലോടാ ഏട്ടാ, വാ, വേഗം വാ. ട്രോളി ബാഗുമായി അകത്തേക്ക് കയറിയ ഹരിയെയും അവൻ ചെയറിലേക്ക് പിടിച്ചിരുത്തി. ഇവനെന്താ വട്ടായോ? ഹരിയുടെ അടുത്തേക്ക് ചെന്ന നിത്യയോടായി അവൻ ചോദിച്ചതും അവൾ അറിയില്ലെന്ന പോലെ തലയനക്കി. ഇനി ചോദ്യം അപ്പച്ചിയോടാണ്. അവരുടെ മുൻപിലേക്ക് വന്നവൻ അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ശാന്തി ഒന്നും മനസ്സിലാകാതെ എന്നാൽ ചെറിയൊരു ഭയത്തോടെ ഇരിക്കുകയാണ്. അപ്പച്ചിക്ക് പാറുവിനോട് എന്തിനാണ് ഇത്ര ദേഷ്യം? എപ്പോഴും അവളെ മാത്രം എന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത്? ദേവന്റെ ചോദ്യവും അവരെ നോക്കുന്ന നോട്ടവും. ബാക്കിയുള്ളവർക്ക് അവൻ്റെ ചോദ്യത്തിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും ശാന്തിക്ക് എന്തൊക്കെയോ എവിടേക്കോ മനസ്സിലായതുപോലെ അവരുടെ ഉള്ളിൽ ഭയം ഉടലെടുക്കാൻ തുടങ്ങി. പറയണം അപ്പച്ചി, എന്തിനാണ് എൻ്റെ ഭാര്യയോട് നിങ്ങൾക്കിത്ര ദേഷ്യം? ദേവൻ വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചതും അവർ ഉമിനീരിറക്കി അവനെ നോക്കി. അവൻ്റെ കൂർത്ത നോട്ടം. സത്യങ്ങളൊക്കെ അവൻ അറിഞ്ഞിരിക്കുന്നു. കള്ളം പറയാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായതും അവർ ചുറ്റും നിൽക്കുന്നവരെ ഒന്ന് പാളി നോക്കി. പറ അപ്പച്ചി, എന്തിനാണ് പാർവതിയോട് നിങ്ങൾക്കിത്ര ദേഷ്യം? അവർ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ടേബിളിൽ ശക്തമായി അടിച്ചുകൊണ്ടവൻ ഉച്ചത്തിൽ അലറിയതും എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി. തുടരും.